ഈ ലോകകപ്പിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് അർജന്റീന നേടിയിരിക്കുന്നത്. കേപ്പോ വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തോട്, അല്ലെങ്കിൽ ഈ ലോകകപ്പിലെ അത്ഭുത ടീമായ കാബോ വെർദയോട് വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? വളരെ അടിപൊളിയായിരുന്നു. ആദ്യം പോലെ ടെൻഷൻ ആയിരുന്നു അല്ലേ? നല്ല പോരാട്ടമാണ് അവർ കാഴ്ചവെക്കുന്നത്. കളി സൂപ്പർ, അടിപൊളി. ഇങ്ങനെയൊക്കെ വിചാരിച്ചോ അവരിത്ര തിരിച്ചടിക്കും? ഓ ഇല്ല, അത്ര നല്ലോണം കളിച്ച് അർജന്റീന നെച്ച് പെടിയുന്നു നെച്ച്. അടിപൊളി കളിയായിരുന്നു. അവസാന നിമിഷം വരെ നെയിൽ ബൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു. ആരാധകർ ഇങ്ങനെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ചങ്കരിപ്പ് ഒത്തിരി ഏറിയ കളിയായിരുന്നു അല്ലേ? എങ്ങനെ തോറ്റുപോകുന്നു വിചാരിച്ചോ? അടിപൊളി. തോൽക്കുന്നില്ല, പക്ഷെ ജയിക്കും. എന്തായാലും നമ്മൾ ജയിക്കും. ചെറിയ ടീമല്ല, നല്ല കളി, അടിപൊളി. കപ്പ് നമുക്ക് അർജന്റീന. നാലാമത്തെ ഉറപ്പാ, കപ്പ് ഉറപ്പാ. അല്ല, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പോരാട്ടം ഫൈനൽ പോലെ ഉണ്ടായിരുന്നു. എന്താ വിജയം? ഏതാ ടീം അത്? നമ്മൾ വിചാരിക്കുന്ന ടീമല്ല. അവർ നല്ല ടീമായിരുന്നു, അടിപൊളി ടീമത്. ശരിക്കും അവരങ്ങനെ 60-70 സ്ഥാനത്താണ്. ശരിക്കും ഒരു 10-നുള്ളിൽ കൊടുക്കണം. അർജന്റീന ഇത്തവണ കളിച്ചതിൽ ഏറ്റവും കരുത്തട്ട് ഈ വേൾഡ് കപ്പിലെ ടോപ്പ് ഗെയിമാണ്, ടോപ്പ് മാച്ച്. അടിപൊളി. അടിപൊളി കളി. സാമിനൊക്കെ ചവിട്ടി കൂട്ടി. അതായത് ഇത്തവണത്തെ ലോകകപ്പിലെ ഏറ്റവും നല്ല മാച്ചായിരുന്നു ഒരു പക്ഷേ അല്ലേ? നല്ല മാച്ച്. അടിപൊളി മാച്ച്. എതിരാളികൾ കരുത്തരായിരുന്നു. അടിപൊളി മാച്ച് പറയാൻ. നമ്മൾ അർജന്റീനയെ തോപ്പിക്കാൻ കൂടെ ഒരു വേറെ ടീമില്ല. കാരണം വെച്ചാൽ അമ്മമാരുടെ ടീമാണ് അർജന്റീന. ലോകകപ്പിൽ അർജന്റീനയുമായിട്ടുള്ള എതിരാളികൾ ഏറ്റവും നല്ല എതിരാളികൾ ഒരു ടീമിലായിരിക്കും അല്ലേ? തീർച്ചയായും നല്ലൊരു മത്സരമായിരുന്നു. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ജയിച്ചിട്ടുണ്ട്. 3 ഗോൾ അടിച്ചു. ഗംഭീര കളിയായിരുന്നു. നമ്മൾ വിജയിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെ അവരോടൊപ്പം നിൽക്കുന്നതായിരുന്നു അല്ലെ? തീർച്ചയായും നല്ല കളിയായിരുന്നു അവർ കളിച്ചു. ഒരു ആദ്യമായി പങ്കെടുക്കുന്ന രാജ്യം അല്ലെ, അവരുടെ ഒരു പോരാട്ടം. തീർച്ചയായും നല്ലൊരു മാച്ചായിരുന്നു. മത്സരമായിരുന്നു. നല്ല പൊരുതി ജയിച്ചതാണ്. കളി അർജന്റീന കുറെ ഇമ്പ്രൂവ് ആവാണ്ട്. പക്ഷെ എതിരാളികൾ നല്ല കരുത്തായ ടീമല്ലേ? കൊയക്ക് പറഞ്ഞ സാധനം ജബ്ബാര കളി. കപ്പ വെറുതെ അപ്പാര കളി. അവര് അർജന്റീനയോട് അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി അല്ലേ? അതെ അല്ലേ? അർജന്റീനയോടല്ല എതിരാളി ഇരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിക്കണമെന്ന് നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിട്ടാണ്. കളിമത്തെ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എതിർ ടീമിന്റെ കളി ഭയങ്കര പെർഫോമൻസ്, നല്ല അടിപൊളി കളിയാണ് എതിർ ടീമിന്റെ. അത്രേ ഉള്ളൂ. അതെന്താ ഉഷാർ കളി, അടിപൊളി കളി, ഒന്നും പറയാനില്ല. അതീവ മത്സരം, ഇന്നേ വരെ കാണാത്ത മത്സരം. പോയി കളിക്കാൻ പറ്റാം, താഴത്ത് പോയി കളിക്കാൻ കൊമ്പനായാലും മുമ്പിൽ നിൽക്കുന്ന മെസ്സിയാണ്. അത്രയേ ഉള്ളൂ പറയാൻ. കളി രക്ഷപ്പെട്ടു. അല്ല, എതിരാളികൾ നല്ല ശക്തരായിരിക്കും. അടുത്തവർ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിട്ട് നമ്മൾ കപ്പടിക്കാനും കപ്പടിക്കും. എതിരാളികൾ വിഷയമല്ല, ലാസ്റ്റ് അടിക്കും. ഈ ഒരു കളി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അർജന്റീനയുടെ പവർ എന്താണ്. പിന്നെ അതേപോലെ ഒരു മന്ത്രവാദി ഉണ്ട്, മൂപ്പരോടൊക്കെ പോവാൻ പറയും. ഒരു കാര്യമില്ല അതിലൊന്നും, അതൊക്കെ വെറുതെയാണ്. മെസ്സി ഉണ്ടാവുമ്പോ അതൊന്നും ഒരിക്കലും നടക്കൂല. അർജന്റീന, വാമോസ് അർജന്റീന. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു പ്രതിരോധമല്ലേ അവർ തീർത്തത്. ഒരുപക്ഷെ അർജന്റീന ഇത്തവണ നേരിട്ടതിൽ ഏറ്റവും ശക്തരായ ടീം അവരായിരുന്നില്ലേ? അടുത്ത കളിയിൽ മെസ്സി ഡബിളാ. ഒന്നുമല്ല, കളിച്ച് മരണം പോരാട്ടം ഒരുപാട് നടന്നത്. ഒരു ഫൈനൽ കണ്ട ഫീലല്ലേനു. നിങ്ങൾ പറയും. കളി അടിപൊളി, സിനിമ പോലെ ഉണ്ട്. അടിപൊളി. ഈ പ്രതീക്ഷേനേക്കാളും വലിയ പ്രതിരോധം അവർ തീർത്തത്.
കീപ്പറുടെ അടിപൊളിയായിട്ട് കളിച്ചു. എങ്ങനെ ടെൻഷൻ അടിച്ചോ ശരി? ആ കാര്യമായ ടെൻഷൻ അടിച്ചു. കീപ്പറുടെ അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ നമ്മളെ മെസ്സി ഉണ്ട്, നമ്മൾക്ക് മെസ്സി ഉണ്ട്, അവർക്ക് മെസ്സി ഇല്ല. അതാണ് ഇപ്പറച്ച്. എങ്ങനെയുണ്ട് കളിയൊക്കെ കളി അടിപൊളി കളിയാണ്. നമ്മൾ വിചാരിച്ച മാതിരിയല്ല, ചെറിയ ടീമൊന്നുമല്ല. നല്ല പക്ക അടി അങ്ങോട്ടാണ് ഇങ്ങോട്ട് നല്ല കളി. മെസ്സി ഉണ്ടായതിനെ കൊണ്ട് രക്ഷപ്പെട്ടു. ഫീൽഡ് ബോൾ തന്നെ വീണു അല്ലെ? എന്താണ് ഫീൽഡ് ബോൾ തന്നെ ഇത്ര അധികം വീണു. അതാണ് അടിപൊളി കളി. അത് നോക്കൌട്ടിൽ ഇമാതിരി കളി, അതും റാങ്കിങ്ങിലെ 1ാം സ്ഥാനത്തുള്ള അർജന്റീന ഒരു പിടിച്ചു കെട്ടിയത്. അതിന് നല്ല കളി. അടിപൊളിയല്ലേ? അല്ല ടെൻഷൻ അടിച്ചോ കുറെ? ഇല്ല ടെൻഷനൊന്നുമില്ല. അല്ല അടി തിരിച്ചടി അങ്ങനെ നടന്നത് ഇല്ലേ? കളിക്കാണല്ലോ ഉസാറല്ലോ. ബ്രസീലാരോട് ഒരു കാര്യം പറയാനുണ്ട്. ബ്രസീലാരെ കളി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത കളി എന്തായാലും എത്തിക്കൂലേ. അർജന്റീനയുടെ തോൽവി കാണാൻ നിന്നവര് വെറുതെ ഉറക്കൊഴിച്ച് ഈ കൊല്ലം മെസ്സി കൊണ്ടുപോകും കപ്പ്. അല്ല ഭയങ്കര മത്സരമായിരുന്നല്ലേ? ടെൻഷൻ ാണ് മത്സരം. ടെൻഷൻ അടിച്ചു ശരിക്കും. അവസാനം വരെ ഉണ്ടായിരുന്നല്ലേ? ഉറങ്ങിയില്ല. എന്തായാലും അവസാനം വരെ പോരാട്ടം നീണ്ടു നിൽക്കുന്ന ഒരു കളി. എങ്ങനെയുണ്ടായിരുന്നു കളി? അല്ല എനിക്കൊന്നും പറയാൻ. എങ്ങനെയുണ്ട് കളിയൊക്കെ? കളി ഉഷാർ കളിയല്ലേ, ടൈറ്റായി ആയിരുന്നു. എല്ലാരും വിചാരിച്ചു അർജന്റീന ജയിക്കില്ലാന്ന്. അതൊരു ചെറിയൊരു ടീമാണെന്നും പറഞ്ഞിട്ടാണ് ഇത് ജയിക്കാണ് പറയും. എന്താണ് അർജന്റീനക്ക് നേരത്തെ കപ്പുണ്ട്, അവര് കളിക്കുന്നവരാണെന്ന് പറയും. അഥവാ അർജന്റീന ജയിച്ചില്ലെങ്കിൽ പറയും ഈ ചെറിയ ടീമിന്റെ മുന്നിൽ നിന്ന് പോലും തോറ്റുപോയല്ലോ എന്ന് പറയും. എന്തൊക്കെയായാലും അർജന്റീന അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, ജയിച്ചു. അല്ല അവസാനം വരെ ഒരു ചങ്കിടിപ്പ് ഉണ്ടായിരുന്നോ? നല്ലതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും ഉണ്ട്. എന്നാലും അർജന്റീന ജയിക്കും നമുക്കറിയാം. എന്നാലും നമുക്കൊരു നെഞ്ചെടുപ്പ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ പോയിരിക്കുകയാണ്. എല്ലാ കളിക്കും ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ ഉണ്ടാവും. അപ്പൊ എങ്ങനെ വേണം മെസ്സി ഞങ്ങളെ കൈവിടില്ല, ഞങ്ങൾ ജയിക്കും. ഒരുപക്ഷെ ഇത്തവണ അർജന്റീന കളിച്ചതിൽ ഏറ്റവും ടൈറ്റ് മത്സരം ഇതായിരുന്നു. ഇതാണ്. അല്ല ഇത് കുഞ്ഞു ടീമാണ്, കളിയാക്കിയ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ഓൾക്കുള്ളൊരു പാടാണ്. ഇത് അത്ര ചെറിയ ടീമല്ല. ഓലിക്കൊന്ന് ബാക്കി വലിയ ഫ്രാൻസിന്റെ ഒക്കെ ലൈക്ക് ആ ഒരു ലെവലിലുള്ള കളിയാണ് അവര് കളിക്കുന്നത്. അതായത് ഗോള് വീണാലും അവര് പിന്നോട്ട് പോകുന്നില്ല. ഓല് പോണില്ല. ലാസ്റ്റ് വരെ ഓല ഫസ്റ്റത്തെ കളിയും കൂടിയാണല്ലോ. പക്ഷെ ഫസ്റ്റ് കളി ഒന്നും പറയില്ല. ഈ എന്താ പറയാ, അപ്പൊ ഇതിനെക്കാട്ടും നല്ല അടിപൊളി ടീമുകൾ തന്നെ ഔട്ടായി പോയിരിക്കുന്നല്ലോ. ഒരു കാര്യം പറയില്ല, ഗോളി അടിപൊളിയാണ്. പക്ഷെ അർജന്റീനയോട് അല്ല കളിച്ചിരുന്നെങ്കിൽ അവര് ജയിച്ചേരെന്ന് ആഗ്രഹിച്ചു പോയില്ലേ? സങ്കരമുണ്ട്. അവര് അടിപൊളി കളിയാണ്. പക്ഷെ നമ്മൾ അർജന്റീനയാണല്ലോ, അപ്പൊ നമ്മൾ ജയിക്കണല്ലോ. അല്ല അർജന്റീനയോട് അല്ല കളിച്ചിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അതിനുള്ള കളിയാണ് കളിച്ചത്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. കാരണം നമ്മളെ പറഞ്ഞാതിരി ഇന്ത്യയിൽ കുറെ ജനസംഖ്യ ഉണ്ട്, നമ്മളെ ആട്ട് എത്തിയിട്ടില്ല. ഓള് അത്രയും ചെറിയ ജനസംഖ്യന്ന് ഓല് എന്താ പറയാ, ഓൾക്ക് ഇതൊരു എന്താ സംഭവമാണ്. എന്നാലും ഇത്ര കളിച്ച് അടിപൊളി കളിച്ച് തോറ്റൊരു സങ്കടം ഉണ്ട്. പക്ഷെ നമ്മളെ കൂടെ ആയിട്ട് നമുക്ക് സങ്കടപ്പെട്ട് നമ്മള് ഓള് ജയിച്ചാൽ നമുക്ക് കൈക്ക് വലിയ സങ്കടം. എന്നാലും വാമോസ് അർജന്റീന. അതാണ് ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യമാണ് ഇത്ര വലിയ പോരാട്ടം അർജന്റീനയ്ക്കെതിരെ നടത്തിയത്. അർജന്റീനൻ ആരാധകരുടെ ചങ്കിടിപ്പ് ഉയർന്ന അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉയർന്ന മത്സരമാണ് നടന്നത്. അവസാന നിമിഷം വരെ ആര് വിജയിക്കും എന്ന ഒരു സസ്പെൻസ് നിന്നിരുന്നു. ഒരു ത്രില്ലർ സിനിമ പോലെയാണ് ഇന്നത്തെ പോരാട്ടം അവസാനിച്ചിരുന്നത്. ഒരുപക്ഷെ അർജന്റീനയോടല്ല ഇവർ മത്സരിച്ചിരുന്നെങ്കിൽ അവർ ജയിക്കട്ടെ എന്ന് പോലും ആരാധകർ പറയുന്ന തരത്തിലേക്ക് ജനമനസ്സുകൾ കീഴടക്കി, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ നെറുകയിൽ ഒരു കീഴം ഇട്ടാണ് അവർ മടങ്ങുന്നത്. എന്തായാലും അർജന്റീനയോടാണ് തോറ്റ് അവർ പിന്മാറുന്നതെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി ഈ കുഞ്ഞൻ രാജ്യത്തിന് ലോകകപ്പിൽ നിന്നും മടങ്ങാം. എന്തായാലും ഏറ്റവും ഹൈ വോൾട്ടേജായ ഒരു മത്സരമാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.